പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല സായാഹ്നത്തിൽ തമ്പുരാനെ പറ്റി, പരിശുദ്ധ അമ്മയെ പറ്റിയൊക്കെ പറയാനായിട്ട് അനുവദിക്കുന്ന ഈ നല്ല സമയത്തിനായി ഒരുപാട് നന്ദി പറയുന്ന ദൈവത്തിന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ പ്രാർത്ഥനാ മധ്യേ ഒരുപാട് സങ്കടങ്ങൾക്കും സഹനങ്ങൾക്കും നടുവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആരോടാ ചോദിക്കുക ഇതിനൊരർത്ഥമുണ്ടോ എന്ന്. അങ്ങനെ വലിയ വിഷമിച്ച് ഒരു വിശ്വാസിയും ഒരു പ്രാർത്ഥനക്കാരനും ഒക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ടൈറ്റായി കഴിയുമ്പോൾ, ഭീകരമായ സഹനങ്ങളിൽ ടൈറ്റായി കഴിയുമ്പോൾ ആരോട് എങ്കിലും ചോദിച്ച് ഇതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അതിനപ്പുറമായിട്ട് എന്താണ്, ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ്, ഇതെല്ലാം ഞാനിങ്ങനെ വിഷമിക്കുന്നു. എന്നാൽ നീ എങ്ങനെയാണ് ഈ കാൽവരി ക്രൂശിൻ്റെ മുൻപിൽ ബോധം കെടാതെ നിന്ന് നീ ഇങ്ങനെ നിന്നത്? കരഞ്ഞും കൂവിയും ബഹളം വെച്ച ഒരു ചരിത്രം ബൈബിളിൽ എഴുതിയിട്ടില്ല. പരിശുദ്ധ അമ്മ ഈശോയുടെ കുരിശുമരണം നേരെ കാണുന്ന, ലോകത്ത് സാധാരണ ഓരോ അമ്മമാരുങ്ങൾക്കും പറ്റാത്ത കാര്യം, എന്നിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, ഒരുത്തനിപ്പോൾ കൂടെയുണ്ട്, ബാക്കി എല്ലാവരും പോയല്ലോ, അങ്ങനെ ഒന്നും പറയുന്നില്ല. 5000 പേരെ ഒറ്റ ട്രിപ്പിന് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയതാ, എന്തുമാത്രം രോഗികളെ സുഖപ്പെടുത്തിയതാ, എന്തുമാത്രം പാവികളെ മാനസാന്തരപ്പെടുത്തിയതാ. എന്നിട്ടും ഇവൻ്റെ ഈ വേദനയുടെ നിമിഷങ്ങളിൽ ആരും ഇല്ലാതെ പോയല്ലോ എന്നൊരു പരാതി പറയുന്ന മാനുഷിക ഭാവത്തിൽ നിന്നും നിനക്കെങ്ങനെ ഈ ഈശോയുടെ ബലി നേരെ കാണാനുള്ള ബലം കിട്ടും? പരാതിയില്ലാതെ, സങ്കടമുണ്ട്, ചങ്കുപൊട്ടുന്ന വേദനയുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു, അതെൻ്റെ കഴിവല്ല, പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. അപ്പം പരിശുദ്ധ അമ്മ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, രക്ഷാകര പദ്ധതി തുടങ്ങുമ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള കാര്യം, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവനെ ഈശോ എന്ന് പേരിടുന്നു എന്നൊക്കെ പറയുമ്പം പുരുഷനെ അറിയാത്ത എന്നിൽ നിന്ന് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് അമ്മ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നവനൊക്കെ ഭാഗ്യമുള്ളവരാണ്. എന്താ കാരണമെന്നറിയാമോ? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ 3-ാമത്തെ ആളും സ്വർഗത്തിൻ്റെ കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവിനെ ആർക്ക് ലഭിക്കുന്നുവോ അവർക്ക് സ്വർഗീയ രഹസ്യങ്ങളും ആത്മരക്ഷയുടെ വഴികളും തുറന്നു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ പഠിപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കതിനുള്ള ആ അറിവ് തന്നു. നീ ജന്മം കൊടുക്കുന്ന പുത്രൻ അവൻ്റെ ബലിയിലൂടെ വന്നതും വന്നിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യവർഗവും വീണ്ടെടുക്കപ്പെടും. അങ്ങനെ മനുഷ്യവർഗം ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന ജനം. ഇതാ രക്ഷകൻ വന്നിരിക്കുന്നു, അവൻ്റെ ബലിയിലൂടെ എല്ലാ ആത്മാക്കളും പിതാവിന് വേണ്ടി നേടപ്പെടാനുള്ള പുത്രൻ്റെ ബലിയാണ് നടക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോക്കുമ്പോൾ ഈശോയ്ക്ക് ആരുമില്ലാത്തതുപോലെയാണ് ഈശോ കാൽവരിയിൽ മരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഈശോ ഒരിക്കലും കരഞ്ഞും കൂവിയും നിലവിളിച്ചും ഒന്നും മരിച്ചിട്ടില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ചിരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധ അമ്മ ബോധം കെടാതെ നിന്ന് ബലി അർപ്പിക്കുന്നു. ഈശോ കുരിശിൽ വേദനയോടെ പിതാവേ എന്നെ കൈവിട്ടത് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, അവൻ സന്തോഷത്തോടെ മരിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ സത്യം മനസ്സിലാക്കിക്കൊള്ളുക. മനുഷ്യവർഗത്തെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയ സാത്താൻ്റെ കരങ്ങളിൽ നിന്നും തൻ്റെ ജീവിത ബലിയിലൂടെ പിതാവ് ആഗ്രഹിച്ച മനുഷ്യവർഗത്തിൻ്റെ രക്ഷയെ ഒരുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുക്കി എല്ലാ ആത്മാക്കളുടെയും നിത്യരക്ഷ ഒരുക്കി പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മരിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധ അമ്മയെ പറ്റിയാണ്. അപ്പം ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈ കൃപ കൊടുത്തു. അതേ പരിശുദ്ധാത്മാവിനെ യാതൊരു കുറവുമില്ലാതെ
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകിയിരിക്കുക. ഒരു കത്തോലിക്ക വിശ്വാസി അവൻ ജനിച്ച 7ാമത്തെ ദിവസമോ 9ാമത്തെ ദിവസമോ ഇപ്പോൾ പ്രായം കൂടിയിട്ടാണ് മാമോദീസ നടക്കുന്നത്. എന്നാൽ ഞാൻ ജനിച്ച അന്ന് തന്നെ മാമോദീസ മുങ്ങിയ ആളാണ്. 8ാം മാസത്തിൽ ജനിച്ചു, അന്ന് തന്നെ മരിച്ചു പോകുമെന്ന് തോന്നിയുകൊണ്ട് വീട്ടുമാമോദീസ തന്നു. വീട്ടുമാമോദീസ ആയാലും പള്ളി കൊണ്ടുപോയി മാമോദീസ ആയാലും ഒന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ മാമോദീസായിലൂടെ ഒരു പുരോഹിതൻ പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീനെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഉത്ഭവ പാപം മോചിച്ച് പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ അവനെ കൊടുത്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയാണ് ഒരു മാമോദീസ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് എത്ര ഭയങ്കരമായിട്ട് അഭിഷേകം കിട്ടുകയാണ് ആ കുഞ്ഞിന്. അങ്ങനെ മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഈ ഉള്ള പരിശുദ്ധാത്മാവിനെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളത് കൊണ്ട് പൗലോസ് ശ്ലീഹ 3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നിങ്ങളിലുള്ള ആത്മാവിനെ നിർവീര്യമാക്കരുത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ് കെടുത്തിക്കളയരുത്. ഈ മെഴുകുതിരി കെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ധകാരം കയറി വരും. ഇതുപോലെ ആത്മാവ് കെട്ട് കഴിഞ്ഞാൽ ആത്മാവിൽ അന്ധകാരം കയറി വരും. പിന്നെ ജഡത്തിൽ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യയൊക്കെ നടക്കുന്നത്. കാരണം തിരിച്ച് ചിന്തിക്കാൻ, എനിക്ക് രക്ഷയുണ്ടെന്ന് ചിന്തിക്കാൻ വഴിയില്ല. കാരണം ബുദ്ധി മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. ഈ ആത്മാവ് നീ എത്ര വലിയ പാപം ചെയ്താലും നിന്നെ വിട്ട ആത്മാവ് പോവില്ല കേട്ടോ. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളുക. പലരുടെയും ധാരണ നമ്മൾ കുറച്ച് പാവമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആത്മാവ് വിട്ടുപോകില്ല. കാരണം ധൂർത്തപുത്രനിലെ ആത്മാവ് പോകാഞ്ഞത് കൊണ്ടാണ് ധൂർത്തപുത്രൻ കൃത്യമായിട്ടും രക്ഷപ്പെട്ടത്. കാരണം എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ആത്മാവിൻ്റെ ഉൾവിളിയോ ആത്മാവിൻ്റെ ശബ്ദമോ ശ്രദ്ധിക്കാതെ ജീവിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിനി രക്ഷയില്ല, പട്ടിണിയാണ്, പരിവട്ടമാണ്, കഷ്ടമാണ്, നഷ്ടമാണ്, എല്ലാം നശിച്ചു എന്ന ചിന്തയോടെ അവൻ പന്നിക്കുഴിയിൽ വച്ച് അവൻ്റെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പോഴും ഒരു അവസരമുണ്ട്, നിനക്ക് മടങ്ങിച്ചെല്ലാം, ആ ഗേറ്റ് ഇതുവരെ അടച്ചിട്ടില്ല, നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് ഞരങ്ങും, വേദനിക്കും, ദുഃഖിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉപേക്ഷിച്ചിട്ട് പോവില്ല. ഭൂമിയുടെ അവസാന ശ്വാസം തീരുന്നതിനു മുമ്പ്, അതാണ് കാൽവരിയിലെ കള്ളന് കിട്ടിയത്. അവനൊരു തിരിച്ചറിവ് കിട്ടി. ഈ കഴിയുന്ന നടുവിൽ മരിക്കുന്നവൻ അവൻ നീതിമാന്, അവൻ ഈ പാപത്തിൻ്റെ ഒന്നും പിടിയില്ല. അവൻ്റെ മരണം കണ്ടിട്ടാണ് അവന് മാനസാന്തരം ഉണ്ടാകുന്നത്. ആ കള്ളന് പോലും സ്വർഗരാജ്യം കൊടുത്ത ദൈവം അവനിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവാണ് അവൻ അനുതാപം കൊടുത്തത്. നമ്മളൊക്കെ പാപികളാണെന്ന് മറ്റവനോട് പറയുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നീ എത്ര പഴയാണേലും കുഴപ്പമൊന്നും ഇല്ലെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തും. പക്ഷേ ഉണർന്ന് നീ ദൈവസന്നിധിയിലേക്ക് നടന്നാൽ അത്ഭുതം പോലെ ആത്മരക്ഷയും സമാധാനവും സ്വസ്ഥതയും നിനക്ക് കിട്ടും. പരിശുദ്ധാത്മാവിൽ ആത്മാവിന് സൗഖ്യം കിട്ടുമ്പോൾ ആത്മാവ് കൂടിക്കൊള്ളുന്ന ശരീരത്തിന് സൗഖ്യം കിട്ടും, മനസ്സിന് സൗഖ്യം കിട്ടും. അങ്ങനെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം കിട്ടുന്ന നീ കുടുംബത്തിനും ലോകത്തിനും ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ജന്മമായിരിക്കും. അങ്ങനെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നിരാശപ്പെടരുത്. 10,000 കാര്യങ്ങൾ നിരാശപ്പെടുത്താൻ വരുമ്പോഴും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനായി കാതോർത്താൽ ഉറപ്പ് ഭൂമിയിൽ സ്വസ്ഥതയും സമാധാനവും, ഭൂമിയിലെ ജീവിതത്തിൻ്റെ പൂർണ്ണതയും നിത്യതയും നിനക്ക് പ്രാപിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ.